ഞാൻ തന്നെ വിളിച്ചില്ലേ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് നിനക്ക് പിടിപ്പതി പോലെയാണ് നിന്നിരിയ സമ്മേളനം തന്നെ പറഞ്ഞത്. അതെ, ഇപ്പം നിന്ന് പറ്റി മടുത്ത് ഇപ്പം ഇരിക്കുന്നു. എന്ത് ഇവിടെ ഇരിക്കുന്നതാണ് ചോദിച്ചത്, എൻ്റെ കൂടെ എന്താ വരാത്തത്? എടാ എനിക്ക് നിന്റെ കൂടെ സിനിമയ്ക്ക് വരാൻ സമയമില്ല, അത് നീ മനസ്സിലാക്കണം. എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ സമയമില്ല. സമയം കാണൂലടാ, ലൈൻ സെറ്റ് ആയപ്പോഴത്തേക്ക് ഇപ്പൊ കൂട്ടുകാരൊന്നും വേണ്ട നിനക്ക്. അതുകൊണ്ടൊന്നും എല്ലാ തെണ്ടിയുള്ള സ്വഭാവമാണ്, മനസ്സിലായ? എടാ എന്നെ ഊറ്റി സിനിമയ്ക്ക് പോകാനും ഫുഡ് അടിക്കാനും വെള്ളം അടിക്കാനും ഉള്ള ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടെന്നും ആ കൂട്ടുകാരനായിട്ട് ഞാൻ ഗ്യാപ്പ് ഉണ്ടെന്നും കഴിഞ്ഞ ആഴ്ച കൃഷ്ണൻ കണിയാരെ കണ്ടപ്പേ അയാൾ എന്നോട് പറഞ്ഞടാ. ഏത് കൊണിയാരെ കണ്ടാൽ ഞാനൊരു കാര്യം പറയട്ടാ, ഒരിക്കലും ഫ്രണ്ട്ഷിപ്പും പൈസയായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കരുത്. ഞാൻ പലതവണ നിന്റെ അടുത്ത് പണത്തിന് പണം വേണോടാ. പണത്തിന് പണം വേണം തന്നല്ലേ? എടാ എന്റെ കാര്യം പോലും ഞാൻ നോക്കാതെ നിന്റെ ലൈനിന് വേണ്ടിയിട്ടാണ് ഞാൻ നടന്നിട്ടുള്ളത്. നിനക്കറിയാൻ പോകുന്നത് നീ അവന്തിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഞാൻ അല്ലടാ നിന്റെ കൂടെ ഓരോ കാര്യങ്ങൾക്ക് ഒന്ന് അവളെ സെറ്റാക്കാൻ വേണ്ടി കൂടെ അതിനുശേഷം പറയുമല്ലേ എടാ ഫുഡ് വാങ്ങിയ ബിയർ വാങ്ങിയ സിനിമയ്ക്ക് വേണം പെട്രോൾ വേണം എല്ലാത്തിനും കിടന്ന് വാങ്ങുമല്ലോ, തിരിച്ചു തരാറുണ്ടല്ലോ. ഉണ്ടാ നീ മിസ്റ്റർ നോക്കിയും കണ്ടൊക്കെ പറയണം, വായി വെറുതെ എന്തും വിളിച്ച് പറയില്ലേ. ഇവൻ തന്നെ വിളിച്ച് എടാ മിസ്റ്റർന്ന് നിന്റെ ഞാൻ പോലും മിസ്റ്റർന്ന് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. മേലാൽ എന്നെ മിസ്റ്റർ എന്ന് വിളിച്ചു പോയി. ഞാൻ ഇവ എന്നെ മിസ്റ്റർ എന്ന് വിളിക്കുന്നു. നല്ലൊരു വാക്കാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇടയിലെ തെറിയാണ്, വിളിക്കാൻ പറ്റൂല. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അച്ഛന് തന്തയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുന്നതിന് പകരം ഞങ്ങൾ വിളിക്കുന്നതാണ് മിസ്റ്റർ എന്ന്. അതാണ് ഇപ്പൊ വിളിക്കുന്നത്. ഇതിനപ്പുറം ഞാൻ വിളിക്കും. അതെങ്ങനെ ശരി? ഇവിടെ മിസ്റ്റർ എന്ന് വിളിച്ചത് ഞാൻ പോകൂല, വേണമെങ്കിൽ ഇവ ഇറങ്ങി ഇറങ്ങി പോടാ മിസ്റ്റർ. മനസ്സില്ല എടാ, ഞാൻ ഇവിടെ അവന്തിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്നേടാ, നിന്നെ പോലെ ചുമ്മാ വലിഞ്ഞേറി വന്നതല്ല. അവന്തിക്ക് പ്രൊട്ടക്ഷൻ അവന്തിക്ക് ചങ്കെന്തോ മത്തങ്കെന്തോ അറിയാത്ത ഉണക്ക കൊള്ളിക്കാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. വേട്ടാ വിളിയാ എന്റെ കാമുകിയെ പറ്റി നീ വല്ലോ പറഞ്ഞോണ്ടല്ലോ നിന്റെ ഒറ്റ ഒരാളുടെ പേര് മാറാ രണ്ടുകൂടി ഉണ്ടാക്കുന്നേ. നിനക്ക് അറിയണം, നീ അതറിയണം. ഇടി അവൻ നിന്നെ പറ്റി പറഞ്ഞെന്തെന്നറിയാമോ മോള്? ഉണക്ക കൊല്ലിന്ന് നിന്റെ ഉണക്ക കൊല്ലിന്ന് പറഞ്ഞ് ഞാൻ കേട്ടോണ്ടിരിക്കണു. നീ അങ്ങനെ പറഞ്ഞോ പവി? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണക്കക്കരി നിന്റെ മറ്റവളാ. എല്ലാരും മതി 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 പോവാൻ നോക്ക് രണ്ടും കൂടി. നീ വന്നേ, അല്ല ഞാൻ നീ വന്നേ. ഞാൻ ഇവിടെ പോയി. നിനക്കിപ്പോ മതിയല്ല? എടാ ഞാൻ കഷ്ടപ്പെട്ട് ഒരു അടവെടുത്ത് അവളെ നിന്ന് കുറച്ച് വില എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും കാണിച്ചത്. അത് തുലച്ചപ്പം നെഞ്ചിലെ കല്ലിറങ്ങിയ. എന്താണ് കാര്യം? എന്താണ്? എടാ ഇന്നലെ അവൾ ഏതോ നിഴൽ ഇവിടെ വെച്ച് കണ്ടെന്നു, അമ്മാവനൊന്നും ഇല്ല ഇവിടെ. അപ്പൊ അവക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിൽക്കാൻ, ഒരു ദിവസമെങ്കിലും ഇവിടെ നിൽക്കാൻ വേണ്ടിയുള്ള എന്റെ എന്നെ ആദ്യം പറയണം. പറയുന്നുണ്ട് നീ അപ്പൊ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ എന്തൊരു ചവർ വരാൻ നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ നിൽക്കാം. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നീ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ല ജാരുവിനെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. പിന്നെ ഇപ്പൊ പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല. എടാ ഈ അവന്തി നിഴലിനെ കണ്ടെന്നല്ലേ പറഞ്ഞല്ലേ? ഇന്നലെ കണ്ട നിഴലിൽ ഇന്ന് ചാരുവിനെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? നീ ഇന്നലെ ഇങ്ങോട്ട് വല്ല വന്നിരുന്ന? ഏത് ഇന്നലെ? അപ്പൊ കുഴപ്പമില്ല, ചിലപ്പോ നീ പറഞ്ഞ പോലെ ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് രണ്ടുപേരും കൂടെ ഇന്നത്തെ ഫുൾ ഡേ ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അങ്ങനെ അപ്പൊ ഓക്കെ അല്ലേ? ഇതൊരു ചൂട്.